സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ കരുതിയിരിക്കുന്നത് 2 ഫോട്ടോസ് കാണിച്ച് നമ്മുടെ കൺമണിയെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ കൃഷും കൺമണിയായിട്ടുള്ള ബന്ധം അവസാനിക്കുകയും മാനസയ്ക്കും കൃഷിനും ഒന്നാകാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. പുള്ളിക്കാരിയുടെ വെറും ഒരു തെറ്റിദ്ധാരണയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ, അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷും കൺമണിയും കൂടെ അഭിനയിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൃഷ് ആണെങ്കിൽ കൺമണിയെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നെന്ന് മാത്രമല്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നു. മാത്രമല്ല കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാനസ പിന്നാലെ നടക്കുന്നുണ്ട്, കൺമണിയുടെയും അതുപോലെ കൃഷിൻ്റെയും. കാരണം കാര്യം തിരക്കാൻ ആദ്യം വന്നപ്പോൾ കൃഷി പറഞ്ഞു, മാനസ എന്തായാലും ഈ കാര്യത്തിലൊന്നും ഇടപെടേണ്ട, മര്യാദയ്ക്ക് ജോലി എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്തോളായി. അങ്ങനെ വന്ന് നമ്മുടെ കൺമണിയോട് ചോദിക്കുന്ന സമയത്ത് കൺമണി ആണെങ്കിൽ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഞാൻ എന്തായാലും അലിഗയിൽ നിന്നും ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, എനിക്ക് സാറിനോടൊപ്പം ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മാനസയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതേസമയം കൃഷിൻ്റെ കൂടെ ചെന്ന് എരിപിരി വെച്ച് കൊടുക്കുന്നുണ്ട് മാനസ. കൺമണിയും കാണാം ഇനി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തിയൊന്നും വേണ്ട, പറഞ്ഞു വിട്ടേക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്ന സമയത്ത് മാനസയെ വിശ്വസിപ്പിക്കാനായിട്ട് കൺമണിയും കൃഷിയും കൂടി ചെറിയൊരു നമ്പർ ഇടുന്നു. അതായത് കൺമണി വരച്ച ആ ഒരു ഡിസൈൻ മാനസയുടെ മുമ്പിൽ വെച്ച് തന്നെ കൃഷി വലിച്ചു കീറി കളയുന്നു. അതും കൂടി നേരി കണ്ട നമ്മുടെ മാനസയാണെങ്കിൽ എല്ലാം ഉറപ്പിക്കുന്നു. അതായത് കൃഷിയും കൺമണിയും തമ്മിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പം കൺമണിയാണെങ്കിൽ കൃഷിനോട് പറയുന്നു, നമ്മളോട് ഇത്രയും ചീപ്പായിട്ടുള്ള വേല കാണിച്ച് അവളോട് അല്പം ചീപ്പായിട്ട് പെരുമാറുന്നതിൽ യാതൊരു കുറ്റബോധവും വിചാരിക്കേണ്ട. അതിനുശേഷം നമ്മുടെ കൃഷല്ലേ ആള് ഇങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിലും പുള്ളിക്കാരൻ്റെ റൊമാൻസ് ഒന്നും അടക്കി വെക്കാൻ പുള്ളിക്കാരന് പറ്റിയേയില്ല. കൺമണിക്ക് കിസ് കൊടുക്കാൻ നോക്കുന്ന നേരത്ത് കൺമണി പറയുന്നു, ദേ ചുമ്മാ മണ്ടത്തരമൊന്നും കാണിക്കില്ല, നമ്മൾ തമ്മിൽ ഉടക്കാണെന്നാണ് മാനസ വിചാരിച്ചിരിക്കുന്നത്. ചുമ്മാ ഇതും കാണാൻ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയേ. അത് ശരിയാണെന്ന് പറഞ്ഞ് കൃഷിയും ശരി വെക്കുന്നുണ്ട്. അതേസമയം സുജി ബലരാമനുമായിട്ട് ഒരല്പം ഉടക്കിയിരിക്കുവാണ്. അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ശങ്കറിനെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകണമെന്ന് ബലരാമൻ ആവശ്യം പറയുന്ന സമയത്ത് 2 ആഴ്ച പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിൻ്റെ പുറത്ത് നമ്മുടെ സുജിയാണെങ്കിൽ ബലരാമനെ വിടുന്നില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് മേലിൽ എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത് എന്നൊക്കെ താക്കീത് കൊടുത്ത് സുജി പോകുന്ന സമയത്ത് ആൻറ്റിയമ്മയെ ചാക്കിലാക്കി നമ്മുടെ ആൻറ്റിയമ്മ വഴിയെങ്കിലും ബലരാമൻ ആ ഒരു ആവശ്യം പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്ന സമയത്ത് സുജിയാണെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ഒടുക്ക ആശ്രയം നമ്മുടെ കൃപമോള് തന്നെയാണല്ലോ. കൃപമോളോട് കാര്യം പറയുമ്പം കൃപയാണെങ്കിൽ ആ കാര്യം ഗൗരവത്തോടെ ഏറ്റെടുക്കുകയും സുജിയോട് പോയി കാര്യം തിരക്കുകയും ചെയ്യുന്നു. അപ്പോൾ സുജി പറയുന്നുണ്ട്, ഇതുപോലെ ബലരാമൻ 2 ആഴ്ചത്തേക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മോളെ. 2 ആഴ്ച എനിക്ക് എങ്ങനെ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും? ഈ നിസാര കാര്യത്തിനാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നതെന്ന് നമ്മുടെ കൃപയാണെങ്കിൽ നിസാരമായിട്ട് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നിനക്ക് നിസാരമായിരിക്കും, പക്ഷേ എനിക്കെൻ്റെ മോനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ കൃപയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നു. കാരണം ബലരാമനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എന്നാൽ കൃഷിനോടിപ്പം പഴയ സ്നേഹമൊന്നുമില്ല അമ്മയ്ക്ക്.